அப்பா என்ன பண்றீங்க? வேலையை கவனியப்பா. அங்க என்னடா வேடிக்கை? என்ன வண்டியா டப்பாவா? நம்மளானோ முதலாளி? என்ன நீங்க தானே முதலாளி? என்னென்ன தொழிலாளியா? பார்த்தா தெரியல. நான் தான் பட்டறைக்கு முதலாளி. உனக்கு என்ன வேணும்? ஐயா காப்பாத்தணும். காப்பாத்தணுமா? எப்படி? அண்ணாச்சி இந்த வண்டி நம்ம வண்டி கிளாஸ் மாற்றி வைநேரத்துக்கு நாங்க தரணும். இல்லன்னா கொலை பண்ணிடுவேன். கொலையா? ஏண்டா ஏன் ஒர்க் ஷாப்புக்கு வந்து என்னையே கொலை பண்றீங்க? உனக்கு என்ன திமிர் இருக்கணும்? അല്ല സ്വാമി ഉങ്ങളെ അല്ല എന്നെ അവന്മാര് ഈ കാറിന്റെ ഉടമസ്ഥന്മാര്. ഞാൻ വെറും ഡ്രൈവർ, മലയാളി, ഏഴை, പുവർ മാൻ. அடடா இன்னைக்கு நிறைய வேலை இருக்கப்பா. நீ ஒண்ணு பண்ணு, வண்டி இங்க விட்டுட்டு நாளை காலையில வா. അയ്യോ നാളെ കാലയിലെയാ? ഇന്ന് വൈകുന്നേരം വേണം. யோ முடியாதுன்னா முடியாதுதான். நாளை காலையில வாயா. போயா டேய், வேலையை பாருடா. என்ன வேணும் சார்? என்ன இருக்கு? மசால் தோசை, ஊத்தப்பம், இட்லி, வடை, பொங்கல், சப்பாத்தி, பரோட்டா. மசாலா தோசை என்ன விலை? 4 ரூபா 50 காசு. பிளைன் தோசை 3 ரூபா 50 காசு. வடை 1 ரூபா. ஒரு சாய மாத்திரம் கொடு. டேய் சுப்பிரமணி, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர். ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். சௌக்கியமா? சௌக்கியம். உட்காரு உட்காரு. பாதிரா தங்கப்பன் எடா பயங்கர தினத்தந்தி வரலையா இன்னைக்கு? வந்திருக்கே. கொஞ்சம் கூட. അവിടെ മുങ്ങിട്ടവൻ ഇവിടെ പൊങ്ങിയ. வெள்ளப்பகுதியில் முதலமைச்சர் மழையில் நனைந்து கொண்டே குறைகளை கேட்டார். பாதிக்கப்பட்டவர்களுக்கு உணவு பொட்டலம். മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. தேங்கி கிடக்கும் தண்ணீரை பம்பு வைத்து அகற்ற அதிகாரிகளுக்கு கட்டளையிட்டார். எடா தங்கப்பா, எடா பாருயா தங்கப்பா. டேய் தங்கப்பா, நில்லா புள்ளியா அவன. டேய் தங்கப்பா, டேய் പാതിരാവാ? യാർനീ? യാർനിയാ? എടാ ഞാൻ തോമാ, തൊരപ്പൻ. തുറപ്പനാ? എന്ത് തുറപ്പൻ? എന്നെ നിനക്കറിയില്ലേ? നീ പേശരുത് എന്നെ മൊഴി. ഒന്നുമേ പുരിയില്ലേ? ഉനക്ക് എന്നപ്പാ വേണോ? എടാ തെണ്ടി, പകല് മുഴുവൻ ഉറങ്ങുകയും പാതിരായ്ക്ക് ഡ്രാക്കുളയെ പോലെ എഴുന്നേറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിനക്ക് പാതിരാ തങ്കപ്പൻ എന്ന് ഓമനെ പേരിട്ട ഈ തൊരപ്പൻ തോമയെ നീ മറന്നുപോയടാ. പൈത്യം, എനിക്ക് നിറയെ വേല ഇരിക്ക്. അപ്പൊ നീ തങ്കപ്പൻ അല്ലയാ? ഇല്ല. മലയാളം തെരിയാതാ? தெரியாது தெரியாது தெரியாது. സോറി, ഞാൻ വേറെ മനുഷ്യനെന്ന് നനച്ചേ. വണക്കം. വണക്കം. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ നീ മലയാളം മറന്നിട്ടില്ലല്ലേ? മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. അയ്യോ അയ്യോ തോമാ. അപ്പൊ നീ പേരും പറഞ്ഞിട്ടില്ലല്ലേ? ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ. ജാതി മാറി, പേര് മാറി, പെണ്ണും കെട്ടി, ഭാര്യയുടെ പേര് ജ്ഞാനസുന്ദരി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇന്ന് ഞാൻ ശംഭു അയ്യരാണ്.
മോഷണം, പിടിച്ചുപറി തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സ്ത്രീധനമായിട്ട് എനിക്ക് 2 ടാക്സി കാറുകൾ കിട്ടി. എന്റെ കഠിനാധ്വാനം കൊണ്ട് ഞാനത് 4 ടാക്സി കാറാക്കി. നീ ജയിലിൽ ചാടിയോ? അല്ല, പരോളിലാണ്. 2 ദിവസത്തിനകം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും നിന്നെ പോലാവും. ഏതായാലും നിന്നെ കണ്ടത് നന്നായാലേ. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അത് മാത്രം വേണ്ട. അത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. ബ്രാഹ്മണനോ? അതെ, ശംഭു അയ്യർ. എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ഞാനൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട്. അവിടെ തങ്ങിക്കോ. തുക്കട ലോഡ്ജ്? അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ. ഞാൻ വൈകുന്നേരം വരാം. വരണമെന്നില്ല, വൈകുന്നേരം പോലീസ് അവിടെ എത്തും. നിനക്കൊരു കാര്യം അറിയാവൂ, നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് 10,000 രൂപ ഗവൺമെന്റ് തരും. ഇനാം പ്രഖ്യാപിച്ചത്. ആ പണം കൊണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ താമസിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. എന്റെ വീട്ടിലൊഴിച്ച് എവിടെയാ നിനക്ക് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. അത് വേണോ? വേണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അന്തസ്സുള്ള കള്ളന്മാരെ പോലെ എനിക്കൊന്ന് സൂഹിക്കണം. வெயிட் பண்ண வேணாம். காலையில கலெக்ஷனோட வீட்டுக்கு வா. நாங்க எங்க போனது வந்தது யாருக்கிட்டே சொல்ல வேணாம். என்ன? சரி சார். രാധിക, നീ സംസാരിക്കാൻ പോവാണ്. എന്നാ ഞാൻ നിന്നാ ശരിയാവില്ല. Yes. Yes. Okay. Thank you. രാധികേ, Yes. What do you want? രാധികയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ തോമസ്. ഓ, മനസ്സിലായി. മിസ്റ്റർ തോമസിന് എന്താ വേണ്ടത്? രാധിക എന്താ ഇവിടെ? അത് കണ്ടിട്ട് മനസ്സിലായില്ലേ? 2 വർഷമായി ഞാനിവിടെ റിസപ്ഷനിൽ. നിങ്ങൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നതോ ജയിൽ ചാടിയതോ അതോ പരോളോ? അമ്മയ്ക്ക് സുഖമുണ്ടായിരുന്നില്ല. പരോളാ. ഇപ്പൊ മദ്രാസിൽ എന്തിനു വന്നു? ഒരാളെ കാണാൻ. ഈ ഹോട്ടലിൽ? ഇവിടെ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. ഡാൻസ് ഹാൾ അവിടെയാണ്. ഹാവ് എ നൈസ് ഡേ. രാധികയോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? ഡാൻസിനെ സംബന്ധിച്ചോ അതോ ഇവിടുത്തെ റൂംസിനെ സംബന്ധിച്ചോ? അല്ല, നമ്മുടെ പഴയതൊക്കെ മറന്നോ? പ്ലീസ്, നിങ്ങളെ ഞാൻ മറന്നു കഴിഞ്ഞു. ഇപ്പോഴല്ല, പണ്ടേ. ഈ ഹോട്ടലിൽ വന്ന ഒരു ഗസ്റ്റ് എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിച്ചത്. പഴയതൊന്നും ഇവിടെ പറയണ്ട. ഇപ്പോഴല്ല, ഒരിക്കലും. രാധികെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്റെ മുമ്പിൽ ഒരുമാതിരി അഭിനയിക്കരുത്. ഞാൻ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല. ചില അബദ്ധങ്ങളിൽ ചെന്ന് പെടുകയാണുണ്ടായത്. ഞാനൊരു മാന്യനാണെന്ന് പറയാൻ ശ്രമിക്കുകയല്ല. തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി ഒരിക്കലും ഞാൻ പഴയ ആളാവില്ല. നന്നായി ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. രാധികേ, രാധികേ. മതി മതി, ഇങ്ങ് വന്നേ. പാടാ. എന്താ സാർ? ആരാണ് അയാൾ? എനിക്കറിയില്ല. എന്തൊക്കെയോ പറഞ്ഞ് ബഹളം കൂട്ടി എന്റെ പുറകെ വന്നു. എനിക്കതാരാന്നറിയില്ല. അവനെങ്ങോട്ടാ പോയത്? ഡാൻസ് ഹാളിലേക്കാണെന്നാ പറഞ്ഞത്.
അച്ഛാ, അവൻ വന്നിട്ടുണ്ട്. അവനോ? ആര്? അന്ന് എറണാകുളത്ത് വെച്ച് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് പിടിയിലായില്ലേ, ദാറ്റ് തോമസ്. അവൻ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ആ റിസപ്ഷനിസ്റ്റിനോട് എന്തോ അലമ്പുണ്ടാക്കിയപ്പോഴാ ഞാൻ കണ്ടത്. നിന്നെ അവൻ കണ്ടോ? ഇല്ല. എന്നിട്ട് അവനവിടെ ഡാൻസ് ഹാളിലേക്ക് പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഡാൻസ് ഹാളിലേക്കല്ലേ? അവൻ എങ്ങനെ പുറത്തിറങ്ങി? പരോളിൽ ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ജയിലിൽ ആടിയതായിരിക്കും. ഓഹോ, എങ്കിൽ ഇവൻ തന്നെയാണ് സുധീറിനെ കൊന്നത്. ഇത്രയും ധൈര്യമായി നമ്മുടെ ആസ്ഥാനത്തിൽ വന്ന സ്ഥിതിക്ക് അവന് ശരിയായ തയ്യാറെടുപ്പ് കാണും. എന്നാൽ പോലീസിനെ വിളിക്കാം. വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.